വെൽക്കം. അപ്പോൾ എല്ലാവർക്കും തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല എന്തായിരിക്കും വീഡിയോ എന്ന്. അപ്പോൾ നമ്മുടെ DLEDൻ്റെ ഇൻ്റർവ്യൂ എങ്ങനെയായിരിക്കുന്നതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. നമുക്ക് സയൻസ് +2 സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് ഈ 3 വിഭാഗക്കാർക്കും 3 ദിവസങ്ങളിലായിട്ടായിരിക്കും ഇൻ്റർവ്യൂ നടക്കുന്നത്. ഞങ്ങൾക്ക് അങ്ങനെയായിരുന്നു. സയൻസിന് ഒരു ദിവസമായിരുന്നു, പിന്നെ ഹ്യൂമാനിറ്റീസിന് ഒരു ദിവസം, പിന്നെ കൊമേഴ്സിന് ഒരു ദിവസമായിരുന്നു. ഞങ്ങളുടെ സയൻസിൻ്റെ ഇൻ്റർവ്യൂ ആയിരുന്നു ലാസ്റ്റ് നടന്നത്. ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴേ ക്ലാസ് ഉടൻ തന്നെ തുടങ്ങുമായിരുന്നു. എന്നോട് കുറേ പേര് കമൻസിലൂടെ ചോദിച്ചായിരുന്നു, ഓരോ ജില്ലയുടെ ലിസ്റ്റ് വന്നിട്ടുണ്ടോ, എങ്ങനെയാണ് അറിയുന്നത്, ഷുവർ ലിസ്റ്റ്, അതേപോലെ തന്നെ വെയിറ്റിംഗ് ലിസ്റ്റ്, റാങ്ക് ലിസ്റ്റ് എങ്ങനെയാണ് അറിയുന്നതെന്ന് എന്നോട് കുറേ പേര് കമൻസിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞത് ഏതൊക്കെ ഒരു DLEDൻ്റെ ഗ്രൂപ്പിൽ ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്ന അത് വെച്ചാണ് ഞാൻ നോക്കിയത്. അതിൽ PDF റാങ്ക് ലിസ്റ്റ് ഇട്ടായിരുന്നു കുറച്ച് പേര്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഞാൻ ഷുവർ ലിസ്റ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് മെമ്മോ കാർഡൊക്കെ വന്നായിരുന്നു. കുറച്ച് പേർക്ക് മെമ്മോ കാർഡ് വരാതിരിക്കും, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എപ്പോഴാണ് ഇൻ്റർവ്യൂ എന്നുള്ള സമയമെല്ലാം എങ്ങനെയെങ്കിലും അറിയാൻ ശ്രമിച്ചാൽ മതി. DLEDൻ്റെ ഗ്രൂപ്പൊക്കെ കാണുമല്ലോ, അപ്പോൾ അതിലൂടെയൊക്കെ നമുക്കറിയാൻ പറ്റും. കരിയർ വെയിൻ എന്ന് പറഞ്ഞ ചാനലിലെ ഗ്രൂപ്പിലായിരുന്നു ഞാൻ ആഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതിലൂടെയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. റാങ്ക് ലിസ്റ്റ് വരുന്നതും പിന്നെ ഇതിൻ്റെ ഓരോരോ കാര്യങ്ങളും അറിയുന്നത് ആ ഗ്രൂപ്പിലൂടെയായിരുന്നു. നമ്മൾ ഇൻ്റർവ്യൂവിന് മെയിനായിട്ടും കൊണ്ടുപോകേണ്ടത് നമ്മൾ ആപ്ലിക്കേഷൻ്റെ കൂടെ വെച്ച സർട്ടിഫിക്കറ്റ്സിൻ്റെ എല്ലാം ഒറിജിനലാണ് നമ്മൾ ഇൻ്റർവ്യൂവിന് കൊണ്ടുപോകേണ്ടത്. അതവിടെ ഇൻ്റർവ്യൂ സമയത്ത് സബ്മിറ്റ് ചെയ്യുകയും അത് അവർ ചെക്ക് ചെയ്യുകയൊക്കെ ചെയ്യും. പിന്നെ ഇൻ്റർവ്യൂവിന് അങ്ങനെ ക്വസ്റ്റ്യൻസ് ആയിട്ടൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ പേരും അതേപോലെ തന്നെ ഷുവർ ലിസ്റ്റിലുള്ളവരോട് ഏത് കോളേജാണ് വേണ്ടതെന്ന് ചോദിക്കും. നമ്മൾ 5 കോളേജാണല്ലോ വെച്ചിട്ടുണ്ടാകുന്നത്. അപ്പോൾ അതിലേതാ വേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ തിരഞ്ഞെടുത്തത് ഡയറ്റ് ആലപ്പുഴയായിരുന്നു. എനിക്ക് ഏറ്റവും അടുത്തുള്ളത് ചെങ്ങന്നൂർ, എൻ്റെ വീടിനടുത്ത്. ഇൻ്റർവ്യൂ വരുന്നത് നമ്മൾ വെച്ചത് ഏത് ജില്ലയിലാണോ ആ ജില്ലയിലെ DD ഓഫീസിലായിരിക്കും ഇൻ്റർവ്യൂ നടക്കുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ചെല്ലേണ്ടത്. ഡേറ്റും കാര്യങ്ങളും എല്ലാം മെമ്മോ കാർഡിൽ കാണും. വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർ കിട്ടത്തില്ല എന്ന് പറഞ്ഞാൽ ചെല്ലാതിരിക്കരുത്. അത് ബൈ ചാൻസിൽ കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഷുവർ ലിസ്റ്റിലുള്ള ആരെങ്കിലും ഒരാൾ വരാതിരുന്നാൽ ആ ഗ്യാപ്പിൽ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള ആർക്കെങ്കിലും ഒരാൾക്ക് കയറാൻ സാധിക്കും. അപ്പോൾ ഒരിക്കലും പോവാതിരിക്കരുത്. പിന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞ ഉടനെ നമുക്ക് ഫോം എഴുതി തരും. അതുകൊണ്ട് നമുക്ക് ഏത് കോളേജാണോ കിട്ടിയത് ആ കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കാൻ നേരെ പോകും. എന്നിട്ട് അവിടെ നിന്ന് അഡ്മിഷൻ എടുത്തിട്ട് ഫീസും എല്ലാം അടച്ചിട്ട് അവരോട് എപ്പോഴാണ് ക്ലാസ് തുടങ്ങുന്നതെന്ന് തിരക്കിയിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. അപ്പോൾ ചോദിച്ചപ്പം 2 ദിവസത്തിന് ശേഷം ഉടനെ തന്നെ ക്ലാസ് തുടങ്ങുമെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്കും അതേപോലെ തന്നെ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇത്രയും ലേറ്റ് ആയില്ലേ, അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ ഉടൻ തന്നെ ക്ലാസ് തുടങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം സെറ്റാക്കി വെക്കുക. ദൂരെ നിന്ന് ഹോസ്റ്റലിലോട്ട് വരുന്നവരാണെങ്കിൽ ഹോസ്റ്റലെല്ലാം സെറ്റാക്കി വെക്കാൻ നോക്കുക. പിന്നെ നമുക്ക് അത്രയും അറ്റൻഡൻസ് ഹോസ്റ്റലിൽ തപ്പി നിന്നാൽ നമ്മൾ അറ്റൻഡൻസ് പോകും ഫസ്റ്റ് സെമ്മിലെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇൻ്റർവ്യൂവിനെ പറ്റി പറയാനുള്ളത്. ഇൻ്റർവ്യൂവിനെ പറ്റി വലുതായിട്ട് പറയാനൊന്നുമില്ല. നമ്മളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ആണ് മെയിനായിട്ടും വേണ്ടത്. പിന്നെ സമയത്ത് അങ്ങ് ചെല്ലുക. മെമ്മോ കാർഡിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ആ സ്ഥലത്ത് സമയത്തിന് ചെല്ലുക, അത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജിൽ അഡ്മിഷൻ കിട്ടട്ടെ. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബൈ.